നമസ്കാരം. ഇത്തവണത്തെ ഒരു യാത്ര, ഒരു ഞായറാഴ്ച, എന്തായാലും വലിയ തിരക്കുകളൊന്നുമില്ലാത്തൊരു ഞായർ. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു യാത്ര പുറപ്പെടാമെന്ന് കരുതി. ഒരുപക്ഷെ അപൂർവ സസ്യജീവശാലങ്ങളുടെ കലവറയായ ചിമ്മിനിയുടെ വനമേഖലയിലേക്കായിരുന്നു ഒരു യാത്ര. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 200 വർഷം മുമ്പ് തീർത്തും നിബിഡമായ ഒരു വനമായിരുന്നു അത്. ഏകദേശം 75 മീറ്റർ നീളമുള്ള ചിമ്മിനി ഡാം പണിയുന്നതിനായിട്ട് ചിമ്മിനിയുടെ വനമേഖലയുടെ ഒരു വലിയ ഭാഗം തന്നെ വെട്ടി നശിപ്പിക്കേണ്ടി വന്നു എന്ന് കേട്ടിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു 40-41 കിലോമീറ്റർ അകലെ ആമ്പല്ലൂരിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പാലപ്പള്ളി റോഡിലൂടെ ഒരു 28 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ചിമ്മിനി വനമേഖലയുടെ അരികിലെത്താം. ഒരുപക്ഷെ പാലപ്പള്ളി ചിപ്പാറ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവാസം വളരെ കുറഞ്ഞൊരു മേഖലയാണത്. എസ്റ്റേറ്റിന്റെ സൈഡിലൂടെ ഒരു 10 കിലോമീറ്റർ മുന്നോട്ട് പോയാൽ നമുക്ക് ചിമ്മിനി ബസ് സ്റ്റാൻഡ് കാണാം. അവിടെ നിന്ന് വലതുവശത്താണ് ഈ ചിമ്മിനി ഡാം. സാധാരണയായിട്ട് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയാണ് താരതമ്യേന ചൂട് കൂടുക. മെയ് മുതൽ നവംബർ വരെ തണുത്ത കാലമാണ് ചിമ്മിനി ഡാമിൻ്റെ പരിസരങ്ങളെന്ന് പറയുമെങ്കിലും ഇപ്പം നമ്മളവിടെ പോയി നോക്കിയപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു. വെയിൽ വന്നാൽ നല്ല ചൂട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ആകർഷിക്കുന്ന മറ്റൊന്ന് കുട്ടവഞ്ചിയിലേറാം, ആ കാടിൻ്റെ കുളിര് പുതയ്ക്കാം, ചിമ്മിനിയുടെ കാഴ്ചകളുടെ മനോഹരമായ വനമേഖലകളുടെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാം. അത്തരം ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ചിമ്മിനിയുടെ ഏറ്റവും വലിയ ആകർഷതയായിട്ട് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ കാട്ടിലെ കാഴ്ചയും ഡാമിൻ്റെ ഉല്ലാസവും നിറയുന്ന ഒരു യാത്ര. മഴമേഘങ്ങൾ പരന്നു തുടങ്ങിയാൽ ഉച്ചവെയിൽ എങ്ങോട്ട് ഓടിക്കും. എന്നാൽ മേഘങ്ങൾ മാറിയാൽ വെയിൽ നല്ല ശക്തിയിൽ തന്നെ നമ്മെ ആക്രമിക്കുകയും ചെയ്യും. അത്തരമൊരു കഥയാണ് ഞാൻ ചിമ്മിനിയിൽ കണ്ടത്.